വെൽക്കം ടു ഓൾ. നമ്മൾ എന്താണ് ഇറിഗേഷൻ, അതുപോലെ എന്തൊക്കെയാണ് ഇറിഗേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ആ ഒരു വീഡിയോൻ്റെ ലാസ്റ്റിൽ മെയിനായിട്ട് എത്ര ടൈപ്പ് ഇറിഗേഷൻസ് ഉണ്ട്, അത് ഏതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഓരോന്നും പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ മെയിനായിട്ടുള്ള 4 ഇറിഗേഷൻസ് ആണ് സർഫസ് ഇറിഗേഷൻ, സബ് സർഫസ് ഇറിഗേഷൻ, എബോവ് സർഫസ് ഇറിഗേഷൻ, അതുപോലെ സ്പ്രിംഗ്ലർ ഇറിഗേഷൻ. ഇങ്ങനെ 4 ടൈപ്പ് ഇറിഗേഷൻസ് ആണുള്ളത്. ഇതിൽ ആദ്യത്തേതാണ് സർഫസ് ഇറിഗേഷൻ. ഈ സർഫസ് ഇറിഗേഷന് തന്നെ വേറെ സബ് ഡിവിഷൻസ് ഉണ്ട്, അതുപോലെ അതിൻ്റെ അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ സർഫസ് ഇറിഗേഷൻ്റെ വേറെ പേരുകളാണ് ഫ്ലോ ഇറിഗേഷൻ, ഗ്രാവിറ്റി ഇറിഗേഷൻ, ഫ്ലഡ് ഇറിഗേഷൻ എന്നുള്ളതൊക്കെ. ഈ പേരുകളിൽ നമ്മുടെ സർഫസ് ഇറിഗേഷൻ അറിയപ്പെടാറുണ്ട്. ഇനി ഏത് ടൈപ്പ് ലാൻഡിലാണ് അല്ലെങ്കിൽ എങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മുടെ സർഫസ് ഇറിഗേഷൻ ചെയ്യാൻ പറ്റുന്നത് നോക്കിയാൽ, ഫ്ലാറ്റ് ആയിട്ടുള്ള ഏരിയകളിൽ, ഇപ്പോൾ നമ്മുടെ നെൽപ്പാടങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, നിരപ്പായിട്ടായിരിക്കും കിടക്കുന്നുണ്ടായിരിക്കും അല്ലേ? അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് നടത്താൻ പറ്റുന്ന ഒരു ഇറിഗേഷൻ്റെ, അവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു ഇറിഗേഷൻ്റെ എക്സാമ്പിളാണ് സർഫസ് ഇറിഗേഷൻ എന്നുള്ളത്. ഓക്കെ, പിന്നെ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ടൈപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ കിണറുകൾ, അതുപോലെ വല്ല തോടുകളൊക്കെ ഉണ്ടാവും അല്ലേ സൈഡിലൊക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ ചെറിയ നദികൾ പോകണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നമുക്ക് വെള്ളം ഇങ്ങനെ ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്തിട്ട് ഈ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഏരിയയിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് പണ്ടായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ വെള്ളമൊക്കെ കോരി, നമ്മൾ പറഞ്ഞ പോലെ വെള്ളം കോരിയിട്ടൊക്കെ ആയിരിക്കും കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കുക. പക്ഷെ ഇപ്പം മോഡേൺ ഡേയ്സ് ആയപ്പോൾ ഒരുപാട് മെഷീനറികളൊക്കെ വന്നിട്ട് അതിനെ റീപ്ലേസ് ചെയ്തു. ഓക്കെ, അപ്പോൾ സർഫസ് ഇറിഗേഷൻ എന്താണെന്ന് മനസ്സിലായില്ലേ? ലാർജ് ആയിട്ടുള്ള ഫ്ലാറ്റ് ആയിട്ടുള്ള ഏരിയകളിലെ ഇറിഗേഷൻ നടത്തുന്ന ഒരു ടൈപ്പാണ് സർഫസ് ഇറിഗേഷൻ. ഇനി പല ടൈപ്പ് സർഫസ് ഇറിഗേഷൻസ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ലെവൽ ബേസിൻ ഫ്ലഡ് ഇറിഗേഷൻ, ഫറോ ഇറിഗേഷൻ, അതുപോലെ ബോർഡർ ഇറിഗേഷൻ, ഡ്രിപ്പ് ഇറിഗേഷൻ. ഇതിൽ നിങ്ങൾ കേൾക്കാൻ സാധ്യത ഉണ്ടായിരിക്കുക ഡ്രിപ്പ് ഇറിഗേഷൻ ആയിരിക്കും അല്ലേ? നമുക്ക് കൂടുതൽ പഠിക്കാനുള്ളതും നമുക്ക് എക്സാമിന് കൂടുതൽ വരാറുള്ളതും ഡ്രിപ്പ് ഇറിഗേഷൻ്റെ ഭാഗത്തു നിന്ന് തന്നെയാണ്. പക്ഷെ നമുക്ക് എല്ലാം എന്താണെന്ന് നോക്കാം, ഓരോന്നും എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ആദ്യത്തേതാണ് ലെവൽ ബേസിൻ ഫ്ലഡ് ഇറിഗേഷൻ. ഇതെന്ന് പറഞ്ഞാൽ ലാർജ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒന്നുകിൽ നമുക്ക് ലാർജ് ആയിട്ടുള്ള സ്ഥലത്ത് ചെയ്യാം, അല്ലെങ്കിൽ സ്മോൾ ആയിട്ടുള്ള ഒരു ഏരിയയിൽ, കുറച്ച് ഒരു ഏരിയയിൽ അടുത്ത് ഏതെങ്കിലും നദികളോ ചെറിയ വെള്ളം അങ്ങനെ കെട്ടി നിൽക്കുന്ന കുളങ്ങൾ പോലെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ലാൻഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഈ ഒരു മെത്തേഡ് ചെയ്യാൻ പറ്റും. ലെവൽ ബേസിൻ ഫ്ലഡ് ഇറിഗേഷൻ ചെയ്യാൻ പറ്റും. ഇവിടെ മെയിനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഗ്രാവിറ്റിയാണ്. അതായത് ഗ്രാവിറ്റി ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ വെള്ളം ആ ഒരു ഒഴുക്കിനനുസരിച്ച്, അല്ലെങ്കിൽ നമുക്കറിയാലോ എന്തെങ്കിലുമൊക്കെ ചെരിവുകളുണ്ടെങ്കിൽ അതിൽ കൂടെയൊക്കെ പോകുന്നു. അതുപോലെ തന്നെ ഗ്രാവിറ്റി ആകുമ്പോൾ ആ ഒരു ഇതിലത് നിന്നോളും അല്ലേ? നമ്മളെല്ലാവരും എന്തിലാണ്? ഭൂമിയുടെ ഗ്രാവിറ്റിയിലാണുള്ളത് അല്ലേ? അപ്പോൾ ഗ്രാവിറ്റി ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ഇറിഗേഷന്, ഏത് ടൈപ്പ് ഇറിഗേഷൻ ആയാലും ഗ്രാവിറ്റി അവിടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഒരു കാര്യത്തിനും കൂടി ചെയ്യും. അതായത് ആ ഒരു സ്ഥലത്തെ മണ്ണിൻ്റെ ടൈപ്പ്, പെട്ടെന്ന് വെള്ളം താഴോട്ട് പോകുന്നതാണ്. അതായത് പെട്ടെന്ന് വെള്ളം, ഇപ്പോൾ പൂഴി പോലെയുള്ളതാണെങ്കിൽ പെട്ടെന്ന് വെള്ളം ഫിൽട്ടർ ചെയ്തിട്ട് താഴെ പോകുമല്ലേ? പക്ഷേ ക്ലേ മോഡലാണെന്നുണ്ടെങ്കിൽ പതുക്കെ പോവുള്ളൂ. അപ്പോൾ ഒരുവിധം അത്യാവശ്യം നന്നായിട്ട് തന്നെ നല്ല ഫിൽട്രേഷൻ റേറ്റ് ഉള്ള, അതായത് ഇപ്പോൾ പൂഴി പോലെയുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ അവിടെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ ഒരു ലെവൽ ബേസിങ് ഫ്ലഡ് ഇറിഗേഷൻ എന്നുള്ളത്. പിന്നെ ഇതിൽ പല ഇപ്പോൾ ഈ ഒരു ഇതാണെങ്കിൽ ഇവിടെ മൊത്തമായിട്ടാണ് വെള്ളം കിടക്കുന്നത് അല്ലേ? പക്ഷേ ഇതൊക്കെ ഓരോ ബ്ലോക്കുകളായിരിക്കും, ഇതൊക്കെ ഇൻ്റർലിങ്ക്ഡ് ആയിരിക്കും. ഏതെങ്കിലും അതായത് ഒരുപാട് ബേസിൻസ് ഉണ്ടായിരിക്കും, കണക്ഷൻ ഉണ്ടായിട്ട് ഇതിൽ മൊത്തം വെള്ളം ഉണ്ടായിരിക്കും. പക്ഷേ ഇതിൽ നിന്ന് തൊട്ടടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു കണക്ഷൻ ഉണ്ടായിരിക്കും, ഒരു ചാനൽ ഉണ്ടായിരിക്കും, അങ്ങനെ മൊത്തം. പക്ഷേ ഈ ഒരു ചാനൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് മുകളിൽ കൂടെ ആയിരിക്കില്ല, മണ്ണിൻ്റെ താഴെ കൂടെ ആയിരിക്കും. അങ്ങനെ ഒരു അറേഞ്ച്മെൻ്റ് ആയിരിക്കും ഉണ്ടായിരിക്കും. അതായത് വെള്ളം ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ കിണറ്റിലൊക്കെ വെള്ളം നമ്മൾ കൊണ്ടുവന്ന് ഒഴിക്കുന്നതല്ലല്ലോ, അതുള്ളതല്ലേ, ഭൂഗർഭജലല്ലേ? അതുപോലെ തന്നെ ഇവർ തമ്മിൽ അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടായിരിക്കുക. ഓരോ സ്ഥലത്ത് നമ്മുടെ ഭൂമിയുടെ അടിയിൽ വെള്ളമുള്ള പോലെ അങ്ങനെ ഒരു കണക്ഷനാണ് ഈ ഒരു സ്ഥലത്ത് ഉണ്ടായിരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഗ്രാവിറ്റി എന്ത് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞത്, ഈ ഒരു ടൈപ്പിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ റൈസ് കൾട്ടിവേഷനൊക്കെ നമ്മുടെ നെൽപ്പാടങ്ങളിലൊക്കെ ചെയ്യുന്നൊരു മെത്തേഡാണിത്.
ഇനി ഫറോ ഇറിഗേഷൻസ് ഉണ്ട്. ഫറോ ഇറിഗേഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് ചാനൽസ് നമ്മൾ ഉണ്ടാക്കി വയ്ക്കും. ഇപ്പോൾ ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെ കണ്ടില്ലേ, ഇടയിൽ വെള്ളം ഒഴുകാൻ വേണ്ടിയിട്ടുള്ള ചാനലുകൾ ഉണ്ടാക്കി വയ്ക്കുക. അപ്പോൾ അതിൽ കൂടെ നമ്മൾ വെള്ളം ഇങ്ങനെ ഒഴുക്കി വിട്ടാൽ മതി. അപ്പോൾ വെള്ളം എല്ലാത്തിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നത് കൊണ്ട് നമ്മുടെ പ്ലാന്റ്സിന് എന്ത് ചെയ്യാൻ പറ്റും, വെള്ളം അവരെ റൂട്ടിൻ്റെ സോണിലേക്ക് ആയിരിക്കും വരിക, അപ്പോൾ കളക്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെറിയ ചെറിയ ചാനലുകളായിട്ട് ഇപ്പോൾ ഈ ഒരു പിക്ചറിൽ നോക്കുകയാണെങ്കിൽ ഇതുപോലെ ചെറിയ ചെറിയ ചാനൽസ് കണക്ട് ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും കൂടെ മെയിനായിട്ട് ഒരെണ്ണമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലൈനിലേക്ക് നമ്മൾ വെള്ളം കൊടുത്താൽ മതി, ബാക്കിയുള്ളവിടത്തേക്കൊക്കെ എന്ത് ചെയ്തോളും, ആ വെള്ളം പൊയ്ക്കോളും. അതാണ് ഫറോ ഇറിഗേഷൻ. പിന്നെ വെള്ളം ഒഴുകണം എന്നുണ്ടെങ്കിൽ, എന്തായാലും ഒഴുകണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, നമ്മുടെ ഒഴിച്ചു കൊടുക്കുന്ന ഭാഗത്ത് കുറച്ച് പൊങ്ങി നിൽക്കുന്ന പോലെ ആയിരിക്കും, ടോപ്പിൽ കുറച്ച് പൊങ്ങി നിൽക്കുന്ന പോലെ ആയിരിക്കും. അറ്റത്തേക്ക് എത്തും തോറും, അതായത് ഈ ഒരു റീജിയനിലേക്കൊക്കെ എത്തും തോറും അതിങ്ങനെ താഴ്ന്നൊരു സ്ഥലത്തായിരിക്കും, അതായത് ചെറിയൊരു ഇങ്ങനെ സ്ലോപ്പ് പോലെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വെള്ളം പതുക്കെ പതുക്കെ എന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് പോയിക്കോളും. ഓക്കെ, അപ്പോൾ ഫറോ ഇറിഗേഷൻ എന്താണെന്ന് മനസ്സിലായില്ലേ? ഇതിൽ ചെയ്യുന്നത് സ്മോൾ പാരലൽ ആയിട്ടുള്ള ഒരുപാട് ചാനൽസ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇതുപോലെ ചാനൽസ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഈ ചാനലുകൾക്ക് 100 മുതൽ 200 മീറ്റർ വരെ നീളം വരാം. പിന്നെ വാട്ടർ ഗ്രാവിറ്റിയുടെ ഒരു ബേസിൽ തന്നെയാണ് നീങ്ങുന്നത്. പിന്നെയോ അതുപോലെ അഡ്ജസൻറ്റ് ചാനൽസ് തമ്മിൽ ഓരോ ക്രോപ്പിനനുസരിച്ചിട്ട്, ഇപ്പോൾ തെങ്ങും തോപ്പുകളിലാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി, നമ്മൾ എത്രമാത്രം ഗ്യാപ്പ് വിടണം ഓരോ ചാനലും തമ്മിലുള്ളതെന്ന് ആ ഒരു വലുപ്പം അനുസരിച്ച്, ഇപ്പോൾ തെങ്ങിനാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഗ്യാപ്പ് വേണം അല്ലേ. അതുപോലെ ഇപ്പോൾ വഴുതനങ്ങ, അതുപോലെ തക്കാളി പോലെയുള്ള ചെടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഗ്യാപ്പ് മതി. അതായത് ക്രോപ്പിനനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടായിരിക്കും. പിന്നെ ഇതൊക്കെ ഒരു പൈപ്പായിട്ട്, ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു പൈപ്പ് കാണാം അല്ലേ. ആ പൈപ്പ് കണക്റ്റഡ് ആണ് ഈ ഒരു മെയിനായിട്ടുള്ള വെള്ളത്തിൻ്റെ സോഴ്സിൽ നിന്ന് ഇങ്ങോട്ട് ഈ ഒരു മെയിൻ ചാനലിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ മെയിൻ ചാനലിലേക്ക് നമ്മൾ വെള്ളം കടത്തി വിട്ടിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള പാരലായിട്ട് നിൽക്കുന്ന ബാക്കിയുള്ള ചെറിയ ചെറിയ ചാനലുകളിലേക്ക് ഗ്രാവിറ്റിയുടെ ഒരു ഇതിൽ വെള്ളം പൊക്കോളും. അതാണ് ഫറോ ഇറിഗേഷൻസ്. ചെറിയ ചെറിയ ചാനലുകൾ പോലെ ഇങ്ങനെ കുഴി പോലെയല്ലേ ഉള്ളത്, അതുകൊണ്ടാണ് ഫറോ ഇറിഗേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു വെള്ളത്തിൻ്റെ ഫ്ലോ ഉണ്ടല്ലോ, നമ്മൾ ഒഴുക്കി വിടുന്ന വെള്ളത്തിൻ്റെ ഫ്ലോ, അത് നമുക്ക് ഏതെങ്കിലും ഒരു പമ്പ് സെറ്റ് വെച്ചിട്ടൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ ഒരെണ്ണമാണ് ബോർഡർ ഇറിഗേഷൻ. ബോർഡറിലെ ആ പേരിൽ തന്നെയുണ്ട്, ബോർഡറുകളിലായിരിക്കും അവിടുത്തെ ഒരു ഇത് വന്നിട്ടുണ്ടായിരിക്കാം, ബോർഡർ ഇറിഗേഷൻ. ഇത് നമ്മുടെ ലെവൽ ബേസിൻ ഇറിഗേഷൻ്റെയും അതുപോലെ ഫറോ ഇറിഗേഷൻ്റെ ഒരു കോമ്പിനേഷനാണ്. രണ്ടും കൂടെ ചെയ്യുന്ന പോലെയാണ്. ഓരോ ബോർഡറുകളായിട്ട്, ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഈ ഒരു മൊത്തം ഒരു ഫീൽഡ് ഉണ്ട്. ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു ഫീൽഡ് ഉണ്ട്, ഇവിടെ ബി എന്ന് പറയുന്നൊരു ഫീൽഡ് ഉണ്ട്. ഇത് തമ്മിൽ ഇതിൻ്റെ ഇടയിലൊക്കെ വെള്ളമുണ്ട്. അതായത് ഇടയിലൊക്കെ വെള്ളമുള്ളതിന് നമ്മൾ പറഞ്ഞത് ലെവൽ ബേസിൻ ഫ്ലഡ് ഇറിഗേഷൻ ആണല്ലേ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ നടക്കുന്നത് ആ ലെവൽ ബേസിൻ ഫ്ലഡ് ഇറിഗേഷനും ഇങ്ങനെ ചാനലുകളായിട്ട് തിരിച്ചിട്ടുള്ളത് വഴി അവിടെ ഉള്ളത് ഫറോ ഇറിഗേഷനുമാണ്. അതുകൊണ്ടാണ് ഈ ഒരു ബോർഡർ ഇറിഗേഷനെ ഇങ്ങനെ രണ്ടെണ്ണവും കൂടിയിട്ടുള്ളൊരു ടൈപ്പാണെന്ന് പറയുന്നത്. അപ്പോൾ മൊത്തം അതിന് വെള്ളം കിട്ടുന്നുണ്ട്. മെയിനായിട്ട് ആ വെള്ളത്തിൻ്റെ സപ്ലൈ വരുന്നത് ഇങ്ങനെ ഒരു ചാനലിൽ കൂടെ ആയിരിക്കും. ആ ചാനലിൽ കൂടെ പോകുന്ന വെള്ളം നമ്മുടെ ക്രോപ്പിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ട് പൊക്കോളും. വാട്ടർ ഇതിൽ നമ്മൾ ചെയ്യുന്നത് നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് സ്ലോപ്പി ആയിട്ടുള്ളൊരു സർഫസ് ആക്കിയിട്ട്, അതായത് നമ്മുടെ ലാൻഡ് എന്ന് പറയുന്നത് നേരെ തന്നെയായിരിക്കും, പക്ഷേ അതിൽ നമ്മൾ ചാനൽസ് ഉണ്ടാക്കുന്ന സമയത്ത് ചാനൽസിന് ചെറിയ ഒരു സ്ലോപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ ടോപ്പിൽ നിന്ന് നമ്മൾ വെള്ളം കൊടുക്കുമ്പോൾ താഴോട്ട് ഗ്രാവിറ്റിയുടെ ഒരു ഇതുകൊണ്ടൊക്കെ വെള്ളം താഴോട്ട് പോയിക്കോളും. അതാണ് ബോർഡർ ഇറിഗേഷൻ. ഇതെല്ലാം ഏകദേശം ഒരുപോലെ തന്നെയാണുള്ളത്, കാരണം എല്ലാം സർഫസ് ഇറിഗേഷനാണ്. ഓക്കെ, എല്ലാം സർഫസ് ഇറിഗേഷനാണ്. പക്ഷേ സർഫസ് ഇറിഗേഷൻ്റെ തന്നെ പല പല ടൈപ്പുകളാണ് പറയുന്നത്. ഇനി ലാസ്റ്റത്തതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുമാണ് ഡ്രിപ്പ് ഇറിഗേഷൻ. ഡ്രിപ്പ് ഇറിഗേഷനാണ് നമ്മൾ പല സ്ഥലത്തും കേട്ടിട്ടുള്ളതായിരിക്കും അല്ലേ, ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. ഇതിന് വേറെ പല പേരുകളും പറയാറുണ്ട്. ട്രിക്കിൾ ഇറിഗേഷൻ, മൈക്രോ ഇറിഗേഷൻ, ഹൈ ഫ്രീക്വൻസി ഇറിഗേഷൻ, അങ്ങനെ പല പേരുകളിലും ഡ്രിപ്പ് ഇറിഗേഷൻ അറിയപ്പെടാറുണ്ട്. ഇതിന് നമുക്കൊരു സ്പോട്ട് ഇറിഗേഷൻ സിസ്റ്റം ആണെന്ന് പറയാം. എന്തുകൊണ്ടാണ് സ്പോട്ട് ഇറിഗേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ, ഒരു സ്പോട്ടിലേക്ക്, ഇപ്പോൾ ഈ ഒരു ഭാഗത്താണ് ഞാനിപ്പോൾ വെള്ളം കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ എപ്പോഴും എന്തുണ്ടായിരിക്കും, ആ ഒരു സ്പോട്ടിൽ മാത്രമേ വെള്ളം കൊടുക്കുന്നുണ്ടായിരിക്കുള്ളൂ.
പിന്നെ നിങ്ങൾക്കറിയാം എന്താണ് ഡ്രിപ്പ് ഇറിഗേഷൻ എന്നുള്ളത്. എന്താണ് ഡ്രിപ്പ് ഇറിഗേഷൻ? നമ്മൾ മെയിനായിട്ട് ഏതെങ്കിലും ഒരു പൈപ്പ്, ഒരുപാട് ചെറിയ ചെറിയ പൈപ്പുകൾ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ചെറിയ ചെറിയ പൈപ്പുകൾ വെച്ചിട്ട് നമ്മുടെ ക്രോപ്പിൻ്റെ ഇടയിൽ ഇപ്പോൾ നമ്മൾ ചാനൽസ് ഉണ്ടാക്കി കൊടുത്ത പോലെ ഇങ്ങനെ ചാനൽസ് ഉണ്ടാക്കിയിട്ട് അതെല്ലാം കൂടി കണക്ട് ചെയ്ത പോലെ ഈ ചാനൽസിന് പകരം നമ്മൾ അവിടെയൊക്കെ പൈപ്പുകളാണ് വെക്കുന്നത്, ചെറിയ ചെറിയ പൈപ്പുകളാണ് വെക്കുന്നത്. ആ ഒരു പൈപ്പ് വലിയ പൈപ്പുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. എന്നിട്ട് ഒരു പമ്പ് സെറ്റും ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇതാണ് പമ്പ് സെറ്റ് എന്നുണ്ടെങ്കിൽ ഇത് വലിയൊരു പൈപ്പാണ്. ഇതാണ് നമ്മുടെ ക്രോപ്പിൻ്റെ അടുത്തേക്ക് പോയിട്ടുള്ള പൈപ്പ് ലൈൻ എന്ന് വിചാരിക്കുക. ഇവിടെയൊക്കെയാണ് ക്രോപ്പുകൾ ഉള്ളത്. ഓക്കെ, ഞാൻ ഈ വെട്ടിട്ടുള്ള ഡോട്ടുകളാണ് ക്രോപ്പ് എന്ന് വിചാരിക്കുക. ഈ ക്രോപ്പിൻ്റെ അവിടെ എത്തുമ്പോൾ ഈ പൈപ്പിന് ചെറിയൊരു ഡ്രിപ്പർ അല്ലെങ്കിൽ എമിറ്റർ എന്നൊക്കെ പറയുന്ന ഒരു ഇങ്ങനെ ഒരു വളഞ്ഞിട്ടുള്ളൊരു സാധനമായിരിക്കും. നമ്മുടെ മെയിനായിട്ടുള്ള പൈപ്പ് ഇങ്ങനെ ഒരു ചെറുതായിട്ടൊരു വളഞ്ഞിട്ടുള്ളൊരു സ്ട്രക്ചറായിരിക്കും ഉണ്ടായിരിക്കുക. ഇതിൽ നിന്ന് ഓരോ ഡ്രോപ്പായിട്ട് വെള്ളം താഴോട്ട് പോയിക്കൊണ്ടിരിക്കും. അത് ഓരോ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഗ്യാപ്പിലായിരിക്കും. ഇപ്പോൾ 5 സെക്കൻഡ് അല്ലെങ്കിൽ 10 സെക്കൻഡ് ഇടവിട്ടിട്ടൊക്കെ ആയിരിക്കും ആ ഒരു വാട്ടർ ഡ്രോപ്പ് മണ്ണിലേക്ക് വരിക. അപ്പോൾ ഇത് മണ്ണിലേക്ക് വരുമ്പോൾ ഇത് നോക്കിയാൽ അറിയാം ഇത്രയും ഗ്യാപ്പ് വിട്ടിട്ടുണ്ട്. അതായത് പ്ലാന്റിൻ്റെ അടിയിൽ നിന്ന്, അതിൻ്റെ റൂട്ടിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ കടഭാഗത്ത് നിന്ന് കുറച്ച് സെൻറ്റിമീറ്റർ നീങ്ങിയിട്ടായിരിക്കും ഈ ഒരു പൈപ്പ് വെച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു റൂട്ട് സോണിൽ തന്നെ വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി നിർത്താനും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു മോയ്സ്ചർ നിലനിർത്താനും ഇത് സഹായിക്കും. പിന്നെ നമുക്ക് ഒരുപാട് കുറവ് വെള്ളം മാത്രം മതി ഈ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോൾ, അല്ലേ? നമ്മൾ സാധാരണ വെള്ളം നനയ്ക്കുമ്പോൾ നേരത്തെ കണ്ട മെത്തേഡുകളൊക്കെ ആണെങ്കിൽ മൊത്തം നമ്മൾ വെള്ളം നിറച്ചിടുകയാണ് ചെയ്തത്, അല്ലേ? പക്ഷേ ഇവിടെ ആണെങ്കിൽ ഓരോ പ്ലാന്റിനും വേണ്ട വെള്ളം അതിൻ്റെ കടയിലേക്ക് നമ്മൾ ഡ്രോപ്പായിട്ട് കൊടുക്കുന്ന കാരണം വെള്ളം ഇപ്പോൾ ഇല്ലാത്ത സ്ഥലങ്ങൾ, വെള്ളം കുറവുള്ള സ്ഥലങ്ങളാണെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു മെത്തേഡ് ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന മെയിനായിട്ട് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്? പൈപ്പ് വേണം, അല്ലേ? പിന്നെ പ്രഷർ റെഗുലേറ്റർ സിസ്റ്റം വേണം. എത്ര സ്പീഡിലാണ്, എത്ര ടൈം ഇടവിട്ടിട്ടൊക്കെയാണ് വെള്ളം പോകേണ്ടത് എന്നുള്ളതൊക്കെ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രഷർ റെഗുലേറ്റർ സിസ്റ്റം വേണം. അതുപോലെ ഡ്രിപ്പർ അല്ലെങ്കിൽ എമിറ്റർ വേണം. ഓക്കെ, ഇനി അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഡ്രിപ്പ് ഇറിഗേഷൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്തൊക്കെയാണ് ഡ്രിപ്പ് ഇറിഗേഷൻ്റെ അഡ്വാൻറ്റേജസ്? അല്ലെങ്കിൽ ഇപ്പോൾ 2 മാർക്കിനൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം എന്താണ് ഡ്രിപ്പ് ഇറിഗേഷൻ, അങ്ങനെയൊക്കെ ചോദിക്കാം. അല്ലെങ്കിൽ 2 മാർക്കിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ഒരു 4 പോയിൻ്റെങ്കിലും എഴുതണം, അല്ലെങ്കിൽ ഒരു 6 പോയിൻ്റ് എന്തായാലും എഴുതണം. അല്ലാതെ കുറച്ചൊന്നും എഴുതിയാൽ പോരാ, കുറച്ച് നല്ല പോയിൻറ്റ്സ് എഴുതണം. ഈ 4 പോയിൻ്റ് എഴുതിയാലും 6 പോയിൻ്റ് എഴുതിയാലും ഇതെല്ലാതും നല്ല പോയിൻറ്റ്സ് ആയിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് കുറേ അറിയുമായിരിക്കും, ചിലപ്പോൾ എസ്സേക്ക് വേണ്ടി പഠിച്ചതായിരിക്കും. അതിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന പോയിൻറ്റ്സ് മാത്രം എഴുതാം. അപ്പോൾ നമുക്ക് അഡ്വാൻറ്റേജസ് ഓഫ് ഡ്രിപ്പ് ഇറിഗേഷൻ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, കുറച്ച് എമൗണ്ട്, നമ്മൾ പറഞ്ഞ പോലെ കുറച്ച് എമൗണ്ട് മാത്രം മതി, വാട്ടർ മതി. ഇങ്ങനെ ഡ്രോപ്പായിട്ട് മാത്രമല്ലേ വെള്ളം വീഴുന്നുള്ളൂ. അപ്പോൾ കുറച്ച് വെള്ളം മതി ഈ ഒരു സിസ്റ്റത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ 30 മുതൽ 70% വരെ വാട്ടറിന് നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ ഡ്രോപ്പായിട്ട് ഒരു സ്പോട്ടുകളിൽ ഒരേ സ്ഥലത്ത് തന്നെ കുറച്ചീശല്ലേ വെള്ളം വരുന്നുള്ളൂ. അതുകൊണ്ട് എത്രമാത്രം വെള്ളം വേണോ അത്രയും മാത്രമേ കിട്ടുന്നുള്ളൂ. അല്ലെങ്കിൽ എല്ലാ പ്ലാന്റിനും അതിനാവശ്യമുള്ളത്ര വെള്ളം കിട്ടുന്നുണ്ട്. അവിടെ വെള്ളത്തിൻ്റെ വേസ്റ്റേജ് വരുന്നില്ല. അതുപോലെ നമുക്കിപ്പോൾ വെള്ളം നനയ്ക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഒരു ജോലിക്കാരനെ വെക്കേണ്ട ഒരു ആവശ്യവും വരുന്നില്ല. അപ്പോൾ നമുക്കവിടെ എക്കണോമിക്കായിട്ട് നമുക്കവിടെ വരുന്നുണ്ട്, ലാഭം വരുന്നുണ്ട്. അതുപോലെ കോൺസ്റ്റൻ്റ് ആയിട്ട് സോയിലിൻ്റെ മോയ്സ്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ പറഞ്ഞു റൂട്ട് സോണിൽ നിന്ന്, ഇപ്പോൾ ഇതാണ് ഒരു പ്ലാന്റ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ റൂട്ടിൽ നിന്ന് കുറച്ച് സെൻറ്റിമീറ്റർ മാറിയിട്ടായിരിക്കും ഈ ഒരു പൈപ്പ് ലൈൻ വെച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ കറക്റ്റ് അതിൻ്റെ പ്ലാന്റുമ്പോൾ പോയിട്ടായിരിക്കില്ല വെള്ളം വീഴുക. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ വളം കൊടുക്കുകയാണെങ്കിലും ഏതെങ്കിലും ഒരു ഫെർട്ടിലൈസർ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പൈപ്പ് ലൈനിൽ തന്നെയാണ് അത് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് എല്ലാത്തിനും എത്തിക്കൊള്ളുമല്ലോ കറക്റ്റ് അളവിൽ. അതുകൊണ്ട് ഇതിൽ തന്നെയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെയുള്ളൊരു സോൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫെർട്ടിലൈസർ എന്ത് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു കോൺസെൻട്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനും ഡയറക്റ്റ് നമ്മുടെ പ്ലാന്റുമ്പോൾ തട്ടാത്തത് കാരണം പ്ലാന്റ് ചീത്തയായി പോകാണ്ടിരിക്കാനും സഹായിക്കും. ഓക്കെ, പിന്നെ ആവശ്യത്തിന് മാത്രം വെള്ളം കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് അതിന് എപ്പോഴും ആവശ്യത്തിന് മാത്രം വെള്ളം കിട്ടുന്നത് കാരണം പെട്ടെന്ന് തന്നെ ആ ഒരു പ്ലാന്റ് മെച്യൂർ ആവും. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു ഈൽഡ് എടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ന്യൂട്രിയൻസ് അല്ലെങ്കിൽ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ കറക്റ്റ് അതിൻ്റെ ആ റൂട്ട് സോണിൻ്റെ ഭാഗത്താണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ
ഇവിടെയും വാട്ടറിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ന്യൂട്രിയൻസിൻ്റെ കാര്യത്തിലും 30-60% ന്യൂട്രിയൻസ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഒരുപാട് വളം നമ്മളിങ്ങനെ ആ മണ്ണിൽ മുഴുവനും കൊടുക്കുന്നില്ല. ആവശ്യമുള്ള ആളുകൾക്ക് ആവശ്യമുള്ള അത്ര മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് എന്താണ് ആ ഒരു മിനറലിൻ്റെ ലീച്ചിങ്, ഒരുപാട് വളം നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫെർട്ടിലൈസറൊക്കെ കെമിക്കൽസാണ് അല്ലേ, ഏത് രീതിയിൽ നോക്കിയാലും ആ ഒരു കെമിക്കൽസാണ്. അപ്പോൾ ഓവറായിട്ട് ഇതിൻ്റെ ഒരു ലീച്ചിങ് താഴോട്ട് മണ്ണിലേക്ക് ഇറങ്ങി പോകുന്നത് കുറയ്ക്കാനും ഈ ഒരു മെത്തേഡ് സഹായിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്. ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ടല്ലേ, പക്ഷേ കുറച്ച് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ഒരു ക്യാപിറ്റൽ വേണം, അതായത് ഹൈ ക്യാപിറ്റലായിരിക്കണം. ഈ ഒരു പൈപ്പ് ലൈൻ ഓരോ ക്രോപ്പിൻ്റെ ഇടയിൽ കൂടെ പൈപ്പ് ലൈൻ സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അപ്പോൾ നമുക്ക് അവിടെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി വരും. അപ്പോൾ അതൊരു ഡ്രോബാക്ക് ആണ്, അല്ലെങ്കിൽ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഡ്രിപ്പർ വെച്ചിട്ടാണ്, ഇപ്പോൾ ഒരു ലൈൻ മുമ്പിൽ ഒരു ഡ്രിപ്പർ വെച്ചിട്ടാണ് ഇങ്ങനെ സ്പോട്ടായിട്ട് വെള്ളം വരുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ സ്പോട്ടായിട്ട് വെള്ളം വരുമ്പോൾ ഈ മണ്ണിലാണല്ലോ ഈ പൈപ്പ് കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു പൈപ്പ് ഈ പോകുന്ന ഈ ഒരു ഡ്രിപ്പറിൻ്റെ ആ വെള്ളം വരുന്ന ഭാഗം അടഞ്ഞു പോവാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും പായലോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ട് ആ ഒരു ഭാഗം അടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് അല്ലെങ്കിൽ പീരിയോഡിക്കായിട്ട് ആ ഒരു പൈപ്പ് ലൈൻ അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഈ ഒരു ആ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, അത് ഇടയ്ക്കിടയ്ക്ക് പീരിയോഡിക്കായിട്ട് നമ്മൾ മെയിൻറ്റെയിൻസ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതും കുറച്ച് കാശ് ചിലവുള്ള ഒരു ഏർപ്പാടാണ്. അപ്പോൾ മെയിനായിട്ട് ഇത് തന്നെയാണ് അവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ. കാരണം ഇതൊക്കെ ഇപ്പോൾ നമ്മുടെ ഡ്രിപ്പ് അവിടെ കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബ്ലോക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ ബ്ലോക്കിന് നമ്മൾ മാറ്റണം അല്ലേ. അപ്പോൾ ഇത്രയും വലിയൊരു സ്ഥലത്താണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എവിടെയാണ് ബ്ലോക്ക് വന്നിട്ടുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ എല്ലാം ഫ്രീക്വൻ്റായിട്ട് പീരിയോഡിക്കായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതൊക്കെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. സർഫസ് ഇറിഗേഷൻ എന്താണെന്ന് പറഞ്ഞു, എന്തൊക്കെയാണ് അതിൻ്റെ ടൈപ്പ് എന്ന് പറഞ്ഞു, എത്ര ടൈപ്പ് സർഫസ് ഇറിഗേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ ഡ്രിപ്പ് ഇറിഗേഷൻ എന്താണെന്ന് പറഞ്ഞു. ഡ്രിപ്പ് ഇറിഗേഷൻ്റെ അഡ്വാൻറ്റേജസ് പറഞ്ഞു, ഡിസഡ്വാൻറ്റേജസ് പറഞ്ഞു. അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും അതുപോലെ ഡ്രിപ്പ് ഇറിഗേഷൻ എന്താണെന്നുള്ളതും എന്തായാലും ഓർത്തിരിക്കുക. കാരണം ഒരുവിധം എല്ലാ എക്സാമിനും ചോദിച്ചിട്ടുള്ളതാണ്, ഹോർട്ടിക്കൾച്ചറിൻ്റെ ഈ ഒരു ഭാഗത്തുനിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഭാഗം നിങ്ങൾ കറക്റ്റായിട്ട് സ്ട്രെസ് ചെയ്ത് പഠിക്കുക.